ചേട്ടാ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയൊരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതായത് ഈ കേസിൽ CBI അന്വേഷണം വരുന്നു എന്ന, കാരണം ഹൈക്കോടതി പറയുകയാണെങ്കിൽ തങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് CBI അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുന്നോട്ട് വരുമ്പോൾ എന്തായിരിക്കും ഈ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വലിയൊരു എന്താ പറയുക, ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു ത്രിതല അന്വേഷണം ഇതിനകത്ത് വരുമോ എന്നുള്ള ഒരു സംശയം ഉയരുന്ന സാഹചര്യത്തിലാണ്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ഒപ്പം തന്നെ EDയുടെ അന്വേഷണം ഒരു വഴിക്ക് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു അന്വേഷണ ഏജൻസിയായിട്ട് CBI വരുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജു ചന്ദ്രശേഖറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CBI നിലപാട് ചോദിച്ചപ്പോൾ തങ്ങൾ കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി ഒരു ഉത്തരവിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു CBI അന്വേഷണം കൂടി വരും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ED ഓൾറെഡി വന്നിരിക്കുന്നു. അവർക്ക് അന്വേഷണത്തിനുള്ള അനുമതി കൊല്ലം വിജിലൻസ് കോടതി കൊടുത്തു. അവരതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇനി CBI വരികയാണ്. അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വരുമ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് നമ്മുടെ മുന്നില്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ശേഷം ഇവിടേക്ക് വന്ന നമുക്കറിയാമല്ലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് വലിയ വിവാദമാവുകയും അതിനകത്ത് ഈ പറയുന്ന CBI വന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നു, ആദായ നികുതി വകുപ്പ് വന്നു. ഏതൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് വരാൻ പറ്റുമോ അവരെല്ലാം തന്നെ അതിന്റെ പരിധികൾ കണ്ടെത്തി കേരളത്തിലേക്ക് വരികയും കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതൊന്നും എങ്ങും എത്താതെ പോയി. മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. മന്ത്രിസഭയിലെ പലർക്കുമെതിരെ ആരോപണങ്ങൾ വന്നു. അതൊക്കെ തന്നെ ഒന്നുമില്ലാതെ കെട്ടടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മാത്രവുമല്ല, കരുവന്നൂർ പോലെയുള്ള ബാങ്കിലെ വലിയൊരു കൊള്ള പുറത്തു വന്നു. അതിനകത്തേക്ക് ED വന്ന് ചാടി കയറുകയാണ്. അവിടെ അന്വേഷണം ഏറ്റെടുക്കുന്നു. അതും എങ്ങുമെത്താത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അത്തരത്തിലെ കേന്ദ്ര ഏജൻസികള് കേരളത്തിലേക്ക് വന്ന് ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ നടത്തിയ അന്വേഷണങ്ങളൊക്കെ തന്നെ ഒന്നുമാകാതെ ഈ പറയുന്ന CPM-കാരെയും ഒക്കെ തന്നെ രക്ഷിച്ചെടുക്കുന്ന ഒരു ഏജൻസികളായിട്ട് അവർ മാറിയിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയില് വലിയ ഒരു ഉന്നതരിലേക്ക് ഈ അന്വേഷണം നീളുന്നു എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ വരുന്നത് അതുപോലെ തന്നെ ഒരു പുതിയ ഒരു പേര് കൂടെ ഉയർന്നു കേട്ടിരിക്കുകയാണ്. ഡി മണി എന്ന് പറയുന്ന ദുബായ് മണി അല്ലെങ്കിൽ ദാവൂദ് മണി എന്നൊക്കെ വിളിക്കുന്ന ഡി മണിയുടെ പേര് കൂടെ. അതെ, അത് കഴിഞ്ഞ ദിവസമാണ്, ഇന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഡി മണി എന്ന് പറയുന്നത് അതിനെ ഈ മാധ്യമങ്ങൾ ദാവൂദ് മണി അല്ലെങ്കിൽ ദുബായ് മണി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അയാൾ ചെന്നൈയിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു വ്യവസായിയാണ്. അയാൾ ഇത്തരത്തിൽ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾ, അത് വിൽക്കലും വാങ്ങലും ഒക്കെ നടത്തുന്ന ഒരാളാണ്. അയാളുടെ പേര് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം. നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തന്നോട് ഒരു പന്തളത്തുള്ള ഒരു പ്രവാസി വ്യവസായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതായത് ഈ വിഷയത്തില് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയുന്നത് പോലെ ചില അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ചില ഇത്തരത്തിലുള്ള പുരാവസ്തു മാഫിയകളുമായിട്ട് ബന്ധമുണ്ട് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തനിക്കറിയാം എന്ന് ഈ പന്തളത്തെ സ്വദേശിയായിട്ടുള്ള വ്യവസായി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ചെന്നിത്തല അറിയിക്കുന്നു. ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ പറയുന്ന പന്തള സ്വദേശിയായിട്ടുള്ള വ്യവസായിയെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നു. ആ മൊഴിയിലാണ് ഈ ഡി മണിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അവർ തമ്മിൽ പഞ്ചലോക വിഗ്രഹത്തിന്റെ കൈമാറ്റം തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മണി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒപ്പം ആ സമയത്ത് മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. അത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കൈമാറ്റം നടത്തിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഗ്രഹങ്ങളോ ഒന്നും ആണെന്ന് അയാൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉയർന്നു വരുന്നത് അപ്പൊ ഏത് ക്ഷേത്രത്തിലെ, അതായത് ശബരിമല അല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിൽ കൂടി ഇത്തരം കേരളത്തിലെ ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളായിട്ടുള്ള ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെയാണ് പോയത്. അതാണ് കൈമാറ്റം ചെയ്തത്. അത് ഏത് ക്ഷേത്രത്തിലെയാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഏത് ക്ഷേത്രത്തിലെയാണ് ഇത്തരത്തിലുള്ള പുരാവസ്തു പോയത് അല്ലെങ്കിൽ പഞ്ചലോക വിഗ്രഹം പോയത് എന്നുള്ള സംശയം ഇപ്പോൾ വലിയ രീതിയിൽ ബലപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വഴിയിലും അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. എന്തായാലും ഡി മണിയുടെ പേര് പുറത്തു വന്നത് കൂടുതൽ ഒരു വ്യാപ്തിയിലേക്ക് ഈ അന്വേഷണം പോകേണ്ടതിന്റെ ഒരു
സാധ്യത, അതിന്റെ ഒരു ആവശ്യകത നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. അത് അന്വേഷണ സംഘത്തിന് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. കൂടുതൽ അതിന്റെ വ്യാപ്തി വർദ്ധിക്കും തോറും ഇനിയിപ്പോൾ കൂടുതൽ സമയമില്ല അന്വേഷണ സംഘത്തിന്. 3 ആഴ്ച മാത്രമേ സമയപരിധിയുള്ളൂ. ഹൈക്കോടതി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് 6 ആഴ്ച കൂടി. അത് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു, ഇനി 3 ആഴ്ച കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് പല കാര്യങ്ങൾ അവർക്ക് അന്വേഷിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ തുണ്ടി മുതൽ ശബരിമലയിൽ നിന്ന് വിവരക്കത്തിന് അടിച്ചുകൊണ്ട് പോയ ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാലുകളുടെയും ആ സ്വർണ്ണം, യഥാർത്ഥ സ്വർണ്ണമുണ്ടല്ലോ 98 വിജയമല്യയുടെ UB ഗ്രൂപ്പ് പതിച്ചു കൊടുത്ത സ്വർണം പൊതിഞ്ഞു കൊടുത്തതാണല്ലോ, ആ സ്വർണം, യഥാർത്ഥ സ്വർണം കണ്ടെത്താൻ ഇതുവരെ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ അന്വേഷണത്തിനിടയ്ക്ക് ഇവര് ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നും ഒപ്പം തന്നെ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഒക്കെ തന്നെ സ്വർണം റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് യഥാർത്ഥ സ്വർണ്ണമല്ല. ഇതിന് ആനുപാതികമായിട്ടുള്ള അളവിലുള്ള സ്വർണം അന്വേഷണ സംഘം കണ്ടെടുക്കുകയാണ് ചെയ്തത്. ആ ഒറിജിനൽ സ്വർണം എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ രീതിയിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ അന്വേഷണം തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ ഘട്ടത്തിലൊക്കെ അയ്യപ്പന്റെ വിഗ്രഹം കട്ടെടുത്തോ എന്നുള്ള രീതിയിലുള്ള ദുരൂഹത നിറഞ്ഞ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്കും ഈ ഒരു അന്വേഷണം പോകുന്നില്ല ഇപ്പോൾ? തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളാകട്ടെ കട്ടിളപ്പാളികളാകട്ടെ അതൊക്കെ തന്നെ അന്ന് 98 ഇരുന്ന പഴയ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനകത്ത് VSSIയില് അത് ഒരു പരിശോധനയ്ക്കായിട്ട് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒപ്പം തന്നെ അന്ന് മുതൽ വരുന്ന വലിയ ഒരു ചോദ്യമാണ് ഈ പറയുന്ന അയ്യപ്പന്റെ വിഗ്രഹം അതിനകത്തുണ്ടോ, തമാശയല്ല, അല്ലെങ്കിൽ അത് വേദനയോട് കൂടിയാണെങ്കിലും പലരും ചോദിക്കുന്നത് അപ്പൊ ഈ അയ്യപ്പൻ അവിടെയുണ്ടോ, അയ്യപ്പനെ അടിച്ചു മാറ്റിയെന്ന് ഇനി ആർക്കറിയാമെന്ന് പലരും ഇങ്ങനെ നെടുവീർപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനിയിപ്പോൾ സംശയം വേണ്ടി വരും. കാരണം ആ ഇരിക്കുന്ന വിഗ്രഹം അത് ഒറിജിനൽ ആണോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടി വരികയാണ്. എന്തായാലും പറയുന്നത് പോലെ എന്താണ് ഈ നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനെതിരെ തന്നെ ഹൈക്കോടതി വലിയ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. കാരണം ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം അത് സ്തംഭനാവസ്ഥയിലായി എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും KS ബൈജുവിന്റെയും ഒക്കെ തന്നെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് അക്കാര്യം ഒരു ആശങ്ക. ഹൈക്കോടതി പറയുന്നത് ഞങ്ങൾക്ക് ആങ്സൈറ്റിയും അതൃപ്തിയും ഉണ്ട് ഈ അന്വേഷണത്തിൽ എന്നാണ് പറയുന്നത്. അത്തരത്തില് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഒരു അതൃപ്തി, ഒരു വിശ്വാസ്യത ഇല്ലാത്ത രീതിയിൽ ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നത്, അത് നെല്ലും പതിരും വേർതിരിച്ച് അറിയാൻ പറ്റുമോ എന്ന വലിയൊരു സംശയം പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഉയരുകയാണ്. അതിനിടയിലേക്കാണ് ഈ പറയുന്ന പോലെ ഒരു വശത്ത് ED കയറി വരുന്നത്, മറുവശത്തുനിന്ന് CBI വരുന്നത്. അങ്ങനെ ഒരു 3 രീതിയിലുള്ള ഒരു അന്വേഷണം ഈ ഒരു കേസിൽ വരുമ്പോൾ അതെങ്ങനെ ചെന്നെത്തുമെന്ന വലിയൊരു സംശയമുണ്ട്. എന്ന് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 2 IPS ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട് ഈ കേസിനകത്ത്. എന്താ പറയുക, അതൊന്ന് അതിന്റെ അന്വേഷണത്തിന്റെ വേഗത ഒന്ന് കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് ആ രീതിയിലൊരു സമ്മർദ്ദം അവർക്കുണ്ട്. അത് ആരാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയത്തില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയാൻ സാധ്യതയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത് കൊണ്ടാകാം. അപ്പോൾ ആ IPS ഉദ്യോഗസ്ഥർക്ക് മേൽ ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പൊ തന്നെ കോടതി പലപ്പോഴും പല ഉത്തരവുകളിലും പറയുന്നുണ്ട്, ഏറ്റവും അവസാനം ഈ പറയുന്ന ഇവരുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലും പറയുന്നുണ്ട് ബിഗ് ഗൺസ് ഉണ്ട് ഇതിന് പിന്നിൽ. അല്ലാതെ ഒരു മുരാരി ബാബുവിനോ ഒരു N വാസുവിനോ ഒരു പത്മകുമാറിനോ ഒരു ഉണ്ണികൃഷ്ണൻ പൊറ്റിയോ ഒന്നും വിചാരിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വിഗ്രഹ കൊള്ളയല്ല ഇത്. സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇടയ്ക്ക് കോടതി ഒരു ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ആ രീതിയിലുള്ള വലിയൊരു സംഭവമാണ്, വലിയ മാഫിയ ഇതിന് പിന്നിലുണ്ട്. അപ്പോഴേ ചേട്ടാ ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിലേക്കും ഇപ്പോൾ അധികാരമണി ദേവസ്വം ബോർഡിലേക്ക് കയറിയ അന്വേഷണം എത്തേണ്ടതുണ്ട്. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തേണ്ടതുണ്ട്. അതൊന്നും തന്നെ പോകുന്നില്ല. കോടതി എന്ന് ചോദിച്ചതാണ് 5-ാം തീയതി ഈ പറയുന്ന ജയശ്രീയുടെയും ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം ഒരു അറസ്റ്റ് നടന്നില്ല. അന്ന് മുതൽ സ്തംഭനാവസ്ഥയിലാണ്. പിന്നീട് 12 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ശ്രീകുമാറിന്റെ അറസ്റ്റ് നടക്കുന്നത്. എന്തുകൊണ്ട് അത്രയും താമസം ഉണ്ടായി? ഒപ്പം തന്നെ പ്രതിപട്ടികയിലുള്ള പലരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല. 2019 ദേവസ്വം ബോർഡിന്റെ പ്രതിപട്ടികയിലുണ്ട്, 8-ാം പ്രതിയായിട്ടുണ്ട് കട്ടിളപ്പാളി കേസിൽ. അതിനകത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് 2 അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല? മാത്രമല്ല മറ്റു ചില പേരുകൾ കൂടി കോടതി മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, ഇവരെയൊന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങളെ അറിയിക്കുകയാണ്. എന്താണ് അതിന് കാരണം? നിങ്ങൾക്ക് വിവേചനമില്ലാതെ തന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം. ആ രീതിയിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസ്യത നിലനിർത്തേണ്ട ഉന്നതൻ എന്ന് പറയുന്ന ഒരു കാര്യം കോടതി പലപ്പോഴും പറയുന്നുണ്ട്. അതിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ളതാണ് കോടതിയും പറയുന്നത്. ആ ഉന്നതൻ ആരെ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഒരു ഉന്നതൻ ഇതിന് പിന്നിലുണ്ട്. അത് ആര്, X or Y, അത് ആര് എന്നതിലേക്ക് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം, ഇവിടെ
ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞത് ആ IPS ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദമുണ്ടെന്നാണ്. സ്വാഭാവികമായിട്ട് ആരാണ് സമ്മർദ്ദം ചെലുത്തുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ മേലധികാരികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ, ആരെങ്കിലും ഒക്കെ രക്ഷിക്കാനായിട്ട് ഭരണത്തലവന്മാർ ഉൾപ്പെടെ അതിനകത്ത് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യം ഉയരുകയാണ്.